മച്ചാനെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെന്റ് എന്താണ്? അപ്പോ ഇന്ന് ഞങ്ങളുടെ പരീക്ഷണ വസ്തുവിന് വേണ്ട സാധനമാണ്. ഇതെന്താണ്? ഇതാണ് ഹൈഡ്രജൻ ലിക്വിഡ്. എനിക്കറിയില്ല. ലിക്വിഡ് നൈട്രജൻ. ഇതാണ് ലിക്വിഡ് നൈട്രജൻ. ഓക്കെ, അപ്പോ ഇതിനെ പറ്റി പറയണെങ്കിൽ ഇവൻ ഇച്ചിരി ഡേഞ്ചർ ആണ്. എന്നിട്ടാണോ എന്നെ പിടിപ്പിക്കാൻ തന്നത് ഈ സാധനം? ഓക്കെ, ഡേഞ്ചർ ആണെന്ന് വെച്ചാൽ നമ്മൾ വേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്താൽ ഇവൻ പാവാണ്, അല്ലെങ്കിൽ ആൾ ഇച്ചിരി ഡേഞ്ചർ ആണ്. മാലാക കുട്ടികളെ പോലെ ഒഴുകിയെടുക്കുന്നത് കണ്ടോ? ഓക്കെ, ഇതൊന്നും അല്ല ഇതിന്റെ കാര്യം. സാധാരണ നമ്മുടെ വെള്ളം ഐസ് ആവാൻ എത്ര ടെമ്പറേച്ചർ വേണം? 100 ഡിഗ്രി. 100? അത് തിളയ്ക്കാൻ 0 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പൊ സാധാരണ വെള്ളം 0 ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോഴേക്കും ഐസ് ആവും. പക്ഷേ ഇതിലുള്ള ഈ ലിക്വിഡ് നൈട്രജന്റെ ടെമ്പറേച്ചർ എത്രയായിരിക്കും എന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഓ, എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം ഇത് പറയൂ. -36. നോ, -196. -196. യെസ്, അതായത് നമ്മുടെ കയ്യിലേക്ക് ഇതിപ്പോ ഞാൻ ഒഴിക്കുകയാണെങ്കിൽ എന്റെ കൈ ഫ്രോസൺ ആയി പോയി, ഞാനിവിടെ തട്ടി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. അതേ അവസ്ഥ, അതാണ് അവസ്ഥ. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിലുള്ള ലിക്വിഡ് നൈട്രജൻ എടുത്ത് നമ്മൾ പണിയുന്നതിന് മുമ്പായിട്ട് എന്തായാലും മച്ചാന്റെ സേഫ്റ്റി ഞങ്ങൾക്ക് പ്രധാനമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ? ഇത് നേരെ അങ്ങ് ഒഴിക്കുക. പറ്റിച്ചതാ. നമ്മൾ നേരെ അങ്ങ് ബീക്കറിലേക്ക് ഒഴിക്കുകയാണേ. ഇത് ഭയങ്കരമായിട്ട് കണ്ടോ? നമ്മളത് ബീക്കറിലേക്ക് ഒഴിച്ചു. തിളയ്ക്കുന്നു, പുക വരുന്നു. നല്ല രസമില്ലേ കാണാൻ? ഓക്കെ, മച്ചാനെ ബിസ്ക്കറ്റ് ഇഷ്ടമാണോ? ബിസ്ക്കറ്റ് ഇഷ്ടമാണ്. എങ്കിൽ ഞാനൊരു ബിസ്ക്കറ്റ് തരാം. ഈ ബിസ്ക്കറ്റ് സാധാരണ ബിസ്ക്കറ്റ് അല്ല, നൈട്രജനില് സ്മോക്കി ബിസ്ക്കറ്റ്. യെസ്, എനിക്ക് കൊടുക്കാണ്. ഇതാണ് പുക മനുഷ്യൻ. ഓക്കെ, ഇതാരും തന്നെ അനുകരിക്കരുത്. ഈ കുട്ടിയുടെ പോലെ ആയി പോട്ടോ. പുക തുപ്പുന്ന കിളി, പുക നിൽക്കുന്ന എലി. നോബിച്ചേട്ടാ ഒരു ബിസ്ക്കറ്റ് കഴിക്കുന്നു. നോബിച്ചേട്ടൻ നോബിച്ചേട്ടന് നമ്മള് ഒരു ബിസ്ക്കറ്റ് എടുത്ത് നേരെ ലിക്വിഡ് നൈട്രജനിൽ ഡിപ്പ് ചെയ്ത് കൊതിയൻ ഡ്രാഗൺ കുഞ്ഞു വരും. അതെ, ഡ്രാഗൺ കുഞ്ഞു വരും. ശ്രദ്ധിച്ചോ? നാക്ക് ഫ്രീസായില്ലേ? എനിക്കൊരു ബിസ്ക്കറ്റ് വേണം. എല്ലാവർക്കും ബിസ്ക്കറ്റ് ഉണ്ട്. ഒരുമിച്ച് ബിസ്ക്കറ്റ് തരാം. കിലോ കണക്കിന് ബിസ്ക്കറ്റ് ഇടുന്നടാ മച്ചാൻ. സുഹൃത്തുക്കളെ, ആദ്യമായിട്ടായിരിക്കും ഞങ്ങൾ ഒരു ആസിഡ് മുക്കിയ ബിസ്ക്കറ്റ്, അല്ല ലിക്വിഡ് മുക്കിയ ബിസ്ക്കറ്റ്, പുക വരുന്ന ബിസ്ക്കറ്റ് അതാ ഞങ്ങൾ കഴിക്കുകയാണ്. പുക തുപ്പുന്ന ആലീസ്, പുക തുപ്പുന്ന അഖിൽ, പുക തുപ്പുന്ന ശ്രീവിദ്യ. എല്ലാവരും ഇതിൽ ഓരോ ക്ലിപ്പുകളായിട്ട് കട്ട് ചെയ്തു ഓരോരുത്തരും പുക വലിക്കുന്നു എന്നുള്ള രീതിയിലെ വീഡിയോ വരും. നോക്കിക്കോ. അപ്പൊ ഇനി നമ്മളുടെ അടുത്ത എക്സ്പെരിമെന്റിലേക്ക് പോവാല്ലേ? ഈ കൂട്ടത്തിൽ ഏറ്റവും ധൈര്യമുള്ള ഒരാളാണ് അഖില്. ചെയ്തു. ഓക്കെ, അഖിൽ മോൻ, ഇതെന്താണ്? കുപ്പി. ഓക്കെ, ഈ കുപ്പിയിലേക്ക് ഞാൻ ആദ്യം ഒഴിക്കാൻ പോകുന്നത് വെള്ളമാണ്. സാധാരണ വെള്ളം, H2O. അപ്പോ അഖിൽ മോന് പേടിയുണ്ടോ? പിന്നെ ഇനി നമ്മൾ ഒഴിക്കാൻ പോണത് എന്താണ്? ഇത് ലിക്വിഡ് നൈട്രജൻ. പേടിയാവുന്നില്ല ദൈവമേ. ഓക്കെ, കുഴപ്പമില്ല, കുടുംബമൊന്നും ഇല്ലല്ലോ. കുടി. അഖിലിനോടാണോ? ഓക്കെ, ഇത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഓക്കെ, H2O+ ലിക്വിഡ് നൈട്രജൻ. ഞാൻ സയൻസ് പഠിക്കാത്ത. അതെ, സയൻസ് പഠിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ ഇതൊന്നും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കല്ലോ. ഒരിക്കലും ചെയ്യരുത്. ഇനി നമുക്കങ്ങ് ഇറങ്ങിക്കാം. അഖിൽ ഇത് പോയിട്ട് നേരെ ഒരു ഫ്ലിപ്പ് ചെയ്യണം. ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യണം. ഇങ്ങനെ. എന്നിട്ട് ഒന്നും ചെയ്യണ്ട, ബാക്കി അത് ചെയ്തോളൂ. ഫ്രണ്ടിലോട്ട് പോയിക്കോളൂ. നമുക്ക് ഇറങ്ങിക്കാം. 1 2 3 ഗോ. റോക്കറ്റ് തിരിച്ചു വന്നു.
ഞാനേ ഒറ്റ സെക്കൻഡിന് നീല ടാർപ്പേ കസേര കട്ടിയേച്ചി എന്തൊക്കെ കട്ടിയേ ഇതിന്റെ കൂടെ ഞാനും കൂടെ ആകാശത്ത്. ഞാൻ ആരെയും ചിന്തിച്ചു. നാസ വിട്ട പോലെ അഖിലം വിട്ടിരിക്കുകയാണ് റോക്കറ്റ്. ഒറ്റ വേറെ സംഭവം അറിയുമോ? ഒറ്റ ഗ്ലാസ്സിൽ ഇതൊഴിച്ച് കുടിച്ചേ കുട്ടിപ്പോ പൊങ്ങി വരുത്ത. അഖില് കാണിച്ച ധൈര്യത്തിന് നമ്മൾ നല്ലൊരു കൈയടി കൊടുക്കും. സൂപ്പർ. കാരണം എക്സ്പെരിമെന്റ് എന്താന്ന് പോലും അറിയാണ്ട് അതുകൊണ്ടാ അച്ഛനെ വിശ്വസിച്ച് അവിടെ സത്യം. നിന്ന് ചെയ്തതിന് നല്ലൊരു കൈയ്യടി. അല്ല ചെയ്തിട്ട് ട്രൈ ചെയ്യുന്ന എനിക്ക് സത്യം പറഞ്ഞാൽ മാമിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പേടിയുണ്ട്. ബട്ട് മാമിന്റെ ധൈര്യം അതാണ് എന്റെ ഊർജം. ഓക്കെ പേടിച്ചിട്ട് പറഞ്ഞാട്ടാ മാമിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പേടിയുണ്ടെന്ന്. ഞാനായിരുന്നു സത്യത്തിൽ കയറി. ഐ എം കോൺഫിഡന്റ് അബൌട്ട് ദാറ്റ്. മാമിന് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, തെറിക്കുന്നതില് പ്രശ്നമേ ഉള്ളൂ. എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോൾ ഒരു സ്പിരിറ്റിൽ എടുത്ത് അങ്ങ് ചെയ്യാം. തലയിൽ വന്ന് ഡോക്ടറൊന്നും തെറിച്ച് വരൂല. അതേ ഞാൻ ഫ്രണ്ട് മേളിലേക്കാ പോകുന്നേ. ഓക്കെ, അവിടെ എന്തോ സെറ്റ് പൊട്ടി. അതിന്റെ ഞാൻ റെസ്പോൺസിബിലിറ്റി. പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോഴും ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ഒരു ഐഡിയ ഇല്ലാണ്ട് നമ്മളൊക്കെ മാനത്ത് നോക്കിയിരിക്കുകയാണ്. ഹാപ്പി 2026. ആയാ? ഇപ്പൊ നടത്തി. ചേച്ചി ഒറ്റ ചേച്ചി ഫ്ലിപ്പായി. പോയി, ചേച്ചി ഫ്ലിപ്പായി guys. ചേച്ചി ഫ്ലിപ്പായി. ഇനി ഒന്നും പറയണ്ടാക്കില്ലേ, ഇവിടെ വെച്ച് ഈ എക്സ്പെരിമെന്റും നമുക്ക് ഈ ഷോയും തൽക്കാലം മൈൻഡ് അപ്പ് ചെയ്യാം. മച്ചാൻ ആദ്യമേ നല്ലൊരു കയ്യടി കൊടുക്കണം. കാരണം ഇത്രയും എക്സ്പെരിമെന്റ് ഈ സ്റ്റേജിൽ നമുക്ക് വേണ്ടി ചെയ്തു തന്നേന്. അതേത് വരൂ, പ്ലീസ്. അവാർഡ് വിന്നേഴ്സ്. അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദാറ്റ്. Okay, എക്സ്പെരിമെന്റുകൾ thank you. ഇനിയും ചെയ്യണം. അത് കാണാൻ ഞങ്ങൾ റെഡിയാണ്, നമ്മുടെ പിള്ളേരും റെഡിയാണ്. ഇത്തമാരെ താങ്ക് യു സോ മച്ച്. നമ്മൾ ഇനിയും കാണും. ഓക്കെ, അപ്പൊ മച്ചന്മാരെ, ഇന്നത്തെ എക്സ്പെരിമെന്റ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളെയും ചിരിപ്പിച്ച് കുട്ടുകാരാ ചിരിപ്പിക്കുന്ന കോമഡി മാസ്റ്റേഴ്സ് എന്ന ഈ ഒരു ഫ്ലോറിൽ നിന്ന് എല്ലാവർക്കും ഒരു വൈൻഡ് അപ്പ് പറയാണ്. അപ്പൊ മച്ചന്മാരെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്.